നടക്കുന്ന സ്ഫോടനം മൂലം വീടും വസ്തുവകകളും നശിക്കുന്നതായി ഗൃഹനാഥന്റെ പരാതി. ക്വാറി ഉടമകളുടെ വാക്ക് വിശ്വസിച്ച് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്ന കുടുംബം വാടക കൊടുക്കാനും പ്രയാസപ്പെടുന്നു. സ്വന്തം വീട്ടിലേക്ക് മടങ്ങാമെന്ന് വെച്ചാൽ പ്രകമ്പനം മൂലം തകർന്ന വീട് എങ്ങനെ പുനർനിർമ്മിക്കുമെന്നറിയാതെ ആശങ്കയിലുമാണിവർ. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ പൊന്നമ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന KV ദിവാകരന് 4-ാം വാർഡിലെ മാതനാർക്കള്ളിലുള്ള സ്വന്തം വീടാണിത്. ഭിത്തികളെല്ലാം തകർന്നു വീണ വീടിന്റെ മേൽക്കൂരയ്ക്കും ഇനി അധികം ആയുസില്ലെന്ന് ആർക്കും മനസ്സിലാകും. 6 വർഷം മുമ്പ് വരെ ദിവാകരനും കുടുംബവും സമാധാനമായി കഴിഞ്ഞ വീടാണിത്. വീടിന് ചുറ്റുമുള്ള 60 സെന്റ് സ്ഥലത്ത് കൃഷികളും ഉണ്ടായിരുന്നു. വീടിന്റെ സമീപ പ്രദേശമായ തട്ടുമ്മലിൽ കരിങ്കൽ ക്വാറി പ്രവർത്തിച്ചു തുടങ്ങിയതോടെയാണ് ദിവാകരന്റെ ജീവിതം ദുരിതത്തിലായത്. കുന്നിൻ പ്രദേശത്തെ ക്വാറിയിൽ നിന്നുള്ള സ്ഫോടനം മൂലം വീടിന് വിള്ളലുണ്ടായി തുടങ്ങി. ഇടതടവില്ലാതെ പാറ പൊട്ടിക്കാൻ തുടങ്ങിയതോടെ ദിവാകരന്റെയും കുടുംബത്തിന്റെയും ജീവിതം ദുസ്സഹമായി. ക്വാറി ഉടമകളെ കണ്ട് പരാതി പറഞ്ഞപ്പോൾ വാടക വീട്ടിലേക്ക് മാറിക്കോ, വാടക നൽകാമെന്നായി ഉടമകൾ. ഇവരുടെ വാക്ക് വിശ്വസിച്ച് വാടക വീട്ടിലേക്ക് മാറിയെങ്കിലും ഉടമകൾ വാക്കു പാലിച്ചില്ലെന്ന് ദിവാകരൻ പറയുന്നു. എൻ്റെ പേര് ദിവാകരൻ എന്നാണ്. ഞാനൊരു 70-78 വർഷമായിട്ട് ഇവിടെ തന്നെ താമസം. അച്ഛനമ്മ അവരെല്ലാവരും ഇല്ല സമയത്ത് ഇവിടെ താമസമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കോറ വന്ന സമയമാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നമ്മൾ എന്ന് വെച്ചാൽ കൊച്ചിന് സുഖമില്ല, ചെറിയ കൊച്ചിനെ കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് കുറേ പല പ്രാവശ്യം കല്ല് വന്ന് വീഴും. ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ കൊച്ചിനെ കൊണ്ട് അന്നേരം ഇതിന് മുമ്പേ നടത്തിയ കോറക്കാരൻ വന്ന് നിങ്ങൾ എവിടെയെങ്കിലും മാറി അതിന് വേണ്ടുന്ന സഹായം ഞാൻ ചെയ്തു തരാറുണ്ട്. പക്ഷേ ഇന്ന് വരെ എനിക്ക് സഹായം ചെയ്തിട്ടാ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് മാറിയിട്ട് കുറച്ചായി. അപ്പോൾ എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാലിന് സുഖമില്ല, കാലിന് ഒരു ഓപ്പറേഷൻ വേണം. അതിനൊന്നും ചെയ്യാനില്ലാത്ത പണിയെടുത്തിട്ട് ഇപ്പം വാടക ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുന്നോട്ട് എന്തെങ്കിലും ഒരു വീട് കിട്ടാണ്ട് ഇപ്പം എനിക്ക് കൊച്ചുങ്ങളെയും കൊണ്ട് നിൽക്കാൻ 2 പെൺകൊച്ചുങ്ങളാണ്. മൂത്ത മോള് 8-ാം ക്ലാസ്സിൽ സെൻറ് മേരീസ് പഠിക്കുന്നു, 2ാമത്തെ മോള് പിന്നെ ഞെക്കിളി സ്കൂളിൽ 3-ാം ക്ലാസ് പഠിക്കുന്നു. ഇനിയിപ്പം മുന്നോട്ട് എങ്ങനെയാണെന്ന് ജീവിക്കേണ്ടതില്ല തന്നെ ഇല്ലാത്തൊരവസ്ഥയിലായിപ്പോയില്ലേ. അപ്പോൾ അധികാരികൾ ഇടപെട്ട് കുറക്കാരുമായിട്ട് എന്തെങ്കിലും ഇതാക്കിയിട്ട് ഒരു വീട് വേണം. അതിപ്പം കാര്യമായിട്ട് എനിക്ക് പറയാനില്ല. കൊച്ചുങ്ങളും കൊണ്ട് ഇനിയിപ്പോൾ വീടില്ലാണ്ട് വാടക വീട്ടിൽ നിൽക്കാനാവില്ല. 3-4 വീടായി മാറി മാറി പോകുന്നു. ഇപ്പോൾ ഒരു 3-4 മാസത്തെ വാടക കൊടുക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയിലേക്ക്. ബന്ധപ്പെട്ട അധികൃതർക്ക് നിങ്ങൾ ഇത് സംബന്ധിച്ച പരാതി പഞ്ചായത്തിലും വില്ലേജിലും അതേപോലെ മുഖ്യമന്ത്രിക്ക് വരെ ഇപ്പോൾ ഞാൻ കള്ളാസ് വിട്ടിട്ടുണ്ട്. കളക്ടർ എടുക്കുന്ന ഓർഡർ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയിനി, വില്ലേജിൽ നിന്ന് വന്നിനി, തഹസിൽദാർ എടുക്കുന്നു, എല്ലാവരും വന്ന് നോക്കിയിട്ട് നോക്കാമെന്ന് പറഞ്ഞ് പോയതല്ലാണ്ട് ഇതുവരെ എനിക്ക് ഒരു ഇതായിട്ട് ഉള്ളൊരിത് വന്നില്ല. ഞാൻ വില്ലേജ് ഓഫീസിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച പോയിനി. അവിടെ പോയ സമയത്തും വില്ലേജ് ഓഫീസർ എന്നോട് പറഞ്ഞ് പിന്നെ കോറക്കാരനാവില്ല, അവൻ വലിയ ബാധ്യത ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അതുകൊണ്ട് ഫോട്ടോ എല്ലാം അതിന് ഇതുവരെ ഇല്ല കള്ളാസെല്ലാം ടൈമുണ്ട്. ഇനിയിപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇപ്പം കൊച്ചുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ലാണ്ട് ഇപ്പം നിൽക്കുകയാണ്. ഇതിനിടെ ക്വാറി മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. വാടക വീട് വേണ്ടെന്ന് വെച്ച് തിരികെ വന്ന് താമസിക്കാമെന്ന് കരുതിയപ്പോഴേക്കും വീട് പൂർണ്ണമായി ഉപയോഗശൂന്യമായി. പറമ്പെല്ലാം കാടുകയറി കൃഷികളും നശിച്ചു. പഞ്ചായത്ത് അധികൃതരെയും വില്ലേജ് ഉദ്യോഗസ്ഥരെയും കണ്ട് പരാതി പറഞ്ഞെങ്കിലും അവരും കൈമലർത്തി. കുന്നിൻ പ്രദേശത്തുള്ള ഈ വീട്ടിലേക്ക് റോഡ് സൗകര്യവുമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ അറ്റകുറ്റപ്പണി നടത്തി വീട് ഉപയോഗയോഗ്യമാക്കണമെങ്കിൽ പോലും വലിയ തുക ചെലവഴിക്കേണ്ടി വരും. പ്രായമായ അമ്മയും ഭാര്യയും 2 പെൺമക്കളുമുള്ള ദിവാകരൻ തെങ്ങുകയറിയാണ് ഉപജീവനത്തിന് വഴി കണ്ടെത്തുന്നത്. പലപ്പോഴും വാടക കൊടുക്കാൻ തന്നെ നിവൃത്തിയില്ലെന്ന് ദിവാകരൻ പറയുന്നു. വീട് തകരാൻ കാരണമായത് ക്വാറിയുടെ പ്രവർത്തനമാണ്. അവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കി തരാൻ അധികൃതർ ഇടപെടണമെന്നാണ് ദിവാകരൻ ആവശ്യപ്പെടുന്നത്. സ്വർണം പണയം വെക്കുക, കൂടിയ തുക വാങ്ങുക, എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ. കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം. മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം. സ്വർണ്ണ പണയത്തിന്മേൽ EMI തവണ വ്യവസ്ഥ സൗകര്യവും 25 വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും. കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ട് കുറഞ്ഞ തുക ലോൺ എടുക്കണം. 1 പവൻ സ്വർണത്തിന് 48,000 രൂപ വരെ വായ്പ നൽകും. ഗ്രാമിന് 6,000 രൂപയും. സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സിലേക്ക് വന്നോളൂ. ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ്, ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ, ബ്രാഞ്ച് ചെറുപുഴ. മൊബൈൽ 9495 953 291 9961 370 822.